നമസ്കാരം. ഇറാനിൽ ബോംബിടാൻ അമേരിക്ക, കുലുക്കമില്ലാതെ ഇറാൻ പട. അപ്പോൾ ഇത്രയായിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ കുലുങ്ങാത്തത് എന്ന് എല്ലാവരും ചിന്തിക്കും. ഇത്രയൊക്കെ സന്നാഹങ്ങൾ നടക്കുന്നില്ലേ? ഒരു ചെറു രാജ്യമാണ് ഇറാൻ, എന്നിട്ട് പോലും അമേരിക്കയെ പോലെ ലോക നേതാവ് വന്ന് വെല്ലുവിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുലുങ്ങാതിരിക്കുന്നത് എന്നൊരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഉണ്ടാവും. അപ്പോൾ വൻ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും അനുരഞ്ജനത്തിന് തയ്യാറാകാത്തതിൽ ട്രംപിന് അത്ഭുതമെന്നാണ് പറയപ്പെടുന്നത്. ആണവ സമ്പുഷ്ടീകരണം 60% എത്തി എന്നുള്ള സംശയത്തിലേക്ക് എത്തപ്പെടുമ്പോഴും യുദ്ധം അകലെയല്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. പശ്ചിമേഷ്യയിൽ വൻ സൈനിക സന്നാഹങ്ങൾ ഒരുക്കുമ്പോഴും ഇറാൻ ആണവ പദ്ധതികളിൽ നിന്ന് അടക്കം പിന്നോട്ട് പോകാത്തതിൽ അമ്പരക്കുകയാണ് ട്രംപ്. ഇറാൻ കീഴടങ്ങാൻ തയ്യാറാകാത്തതിൽ ട്രംപ് അത്ഭുതപ്പെട്ടുവെന്നാണ് പ്രസിഡന്റ് പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് പറയുന്നത്. നിരാശ എന്ന വാക്ക് ഉപയോഗിക്കുവാൻ താല്പര്യമില്ല, കാരണം തനിക്ക് മുന്നിൽ ധാരാളം ബദൽ മാർഗങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ അവർ എന്തുകൊണ്ടാണ് ഇതുവരെ കീഴടങ്ങി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അവർ എന്തുകൊണ്ടാണ് വഴങ്ങാത്തത് എന്ന് കൗതുകത്തോടുകൂടി പറയുകയാണ് ട്രംപ്. അപ്പൊ വിറ്റ്കോഫിന്റെ വാക്കുകളാണ് ഇത്. ട്രംപ് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത് അതിശയകരമായിട്ടും അത്ഭുതകരമായിട്ടും തോന്നുന്നുണ്ട്. കാരണം ഇറാനെ പോലൊരു ചെറിയ രാജ്യം ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് കീഴടങ്ങി എന്നൊരു വാക്ക് പറയുന്നില്ല എന്ന്. അപ്പോൾ ഇത്രയധികം സമ്മർദ്ദങ്ങൾക്കിടയിലും അവിടെയുള്ള നാവിക സൈനിക ശക്തിയുടെ സാന്നിധ്യത്തിലും അവർ എന്തുകൊണ്ടാണ് തങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് ആയുധം വേണ്ട എന്ന് വയ്ക്കുവാൻ കഴിയുമെന്ന് ഉറപ്പ് നൽകുന്നത് പറയാത്തത് എന്നാണ്. അവർ എന്തുകൊണ്ടാണ് ആയുധം താഴെ വയ്ക്കാത്തത് എന്നാണ്. ആ നിലപാടിലേക്ക് എത്തിക്കുവാൻ പ്രയാസകരമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇപ്പോൾ ട്രംപിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇറാൻ അവരുടെ ആയുധം താഴെ വയ്ക്കില്ല, യുദ്ധം തുടർന്നാൽ അവർ തിരിച്ചടിക്കും എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. മിഡിൽ ഈസ്റ്റിൽ വൻതോതിലുള്ള സൈനിക വിന്യാസത്തിനും ഇറാനെതിരെ ആഴ്ചകളോളം നീണ്ടു നിൽക്കാവുന്ന വ്യോമാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾക്കും ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ്. ആക്രമിക്കപ്പെട്ടാൽ US താവളങ്ങൾ തകർക്കുമെന്ന് ഇറാനും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആണവായുധം നിർമ്മിക്കുവാൻ ഉപയോഗിച്ചേക്കാവുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ ഉപേക്ഷിക്കണമെന്നും മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും മിസൈൽ പദ്ധതികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നുമാണ് അമേരിക്കയുടെ ആവശ്യം. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണ് എന്നും സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ചില നിയന്ത്രണങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്നുമാണ് ടെഹ്റാൻ പറയുന്നത്. അപ്പോൾ മിസൈൽ പദ്ധതികളുമായോ സായുധ സംഘങ്ങൾക്കുള്ള പിന്തുണയുമായോ ഇതിനെ ബന്ധിപ്പിക്കുന്നതിനെ അവർ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിവിൽ ആണവ ആവശ്യങ്ങൾക്ക് വേണ്ടതിലും അധികമായിട്ട് അവർ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു. അത് 60% വരെ എത്തിയിരിക്കുന്നു എന്നാണ് വിറ്റ്കോഫ് പറയുന്നത്. ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വ്യാവസായിക ഗ്രേഡ് സാമഗ്രികൾ കൈവശം വെക്കുന്നതിൽ നിന്ന് അവർ ഒരുപക്ഷെ ഒരാഴ്ച മാത്രം അകലെയാണ് എന്ന്, അത് ശരിക്കും അപകടകരമാണെന്നാണ് വിറ്റ്കോഫ്, അതായത് ട്രംപിന്റെ അനുയായിയായിട്ടുള്ള വിറ്റ്കോഫ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ നീക്കുന്ന കാര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ ഇപ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള തരത്തിലേക്ക് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക പറയുന്ന കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാന്റെ വാദവും. 1979 ഇസ്ലാമിക് വിപ്ലവത്തിൽ പുറത്താക്കപ്പെട്ട ഷായുടെ മകനും ഇറാനിയൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള റസ പഹ്ലവിയുമായിട്ട് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം കൂടിക്കാഴ്ച നടത്തിയതായിട്ട് വിറ്റ്കോഫ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അതായത് കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. അവരുടെ ലക്ഷ്യം, അതായത് വിറ്റ്കോഫ് ട്രംപിന് വേണ്ടി ഈ പഹ്ലവിയെ കാണുന്നത് തന്നെ ഇറാനിൽ അധികാര കൈമാറ്റം ഉണ്ടാക്കുവാനാണ്. ഇറാനിലെ ഇപ്പോഴത്തെ അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ തകർക്കുക, അതിനെ തൂക്കി എറിഞ്ഞിട്ട് അവിടെ പഹ്ലവിയെ കൊണ്ടിരുത്തുക എന്നുള്ളതാണ് ട്രംപിന്റെ ആഗ്രഹം എന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ മാസം ഇറാനിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഈ പ്രവാസിയായിട്ടുള്ള പഹ്ലവി ഒരു പ്രധാന സാന്നിധ്യമായിരുന്നു. വിപ്ലവ കാലഘട്ടത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആഭ്യന്തര കലാപമായി കരുതപ്പെടുന്ന ഈ പ്രക്ഷോഭത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത്. ഇറാനിലെ US സൈനിക ഇടപെടൽ ജീവനുകൾ രക്ഷിക്കുമെന്ന് ഫെബ്രുവരി ആദ്യം പഹ്ലവി പറഞ്ഞിരുന്നു. അതായത് ആണവ കരാറിനായിട്ട് ടെഹ്റാനിലെ ഭരണാധികാരികളുമായിട്ട് ചർച്ച നടത്താൻ വാഷിംഗ്ടൺ കൂടുതൽ സമയം കളയരുത് എന്നാണ് പഹ്ലവിയുടെ വാദം. കാരണം അതിനു മുമ്പ് തന്നെ അടിച്ചു തീർക്കുക എന്നുള്ളതാണ് പഹ്ലവി ആഗ്രഹിക്കുന്നത്. കാരണം പഹ്ലവിക്ക് വീണ്ടും ഇറാന്റെ നേതാവായിട്ട് അല്ലെങ്കിൽ ഇറാന്റെ പ്രതിനിധിയായിട്ട് എത്തണം, അല്ലെങ്കിൽ ഇറാന്റെ ഭരണാധികാരിയായിട്ട് മാറണം എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു സമീപനം ട്രംപുമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇറാനിൽ ബോംബിടാൻ അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുലുക്കവുമില്ലാതെ ഇറാൻ പട മുന്നോട്ട് പോകുന്നത് തന്നെ എന്ത് വന്നാലും തിരിച്ചടിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. മാത്രമല്ല വലിയ ആത്മവിശ്വാസം ആയത്തുള്ള അലി ഖമീനിയുടെ പടയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇറാനികൾ അല്ലെങ്കിൽ ഇറാൻ പട എന്ന് പറയപ്പെടുന്ന ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയെ തച്ചു തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ സജ്ജരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇറാൻ പട ഒരു കുലുക്കവുമില്ലാതെ മുന്നോട്ട് പോകുന്നത്.